ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ ഇംഗ്ലീഷിൽ 1000 സെൻറ്റൻസുകൾ 20 ദിവസം കൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു ചലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 3ാമത്തെ പാർട്ടാണെന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും 50 സിമ്പിൾ സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ പാർട്ട് 3 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലും നമ്മളൊരു 50 സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. ഓക്കെ. മാത്രമല്ല ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ കയറും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്, ഹോൾഡ് ദിസ്. എന്താണ് ഇത്? പിടിക്കുക. ഹോൾഡ് ദിസ്, പിടിക്കുക കേട്ടോ. ഹോൾഡ് എന്ന് വെച്ചാൽ പിടിക്കുക, ദിസ് ഇത്, ഹോൾഡ് ദിസ് ഇത് പിടിക്കുക. ഹോൾഡ് ദിസ് പ്ലേസ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇതൊന്ന് പിടിക്കുക പ്ലേസ്. ഇനി ഫോൾഡ് ദിസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഫോൾഡ് എന്ന് വെച്ചാൽ മടക്കുക എന്നാട്ടോ. രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഒരുപാട് ആളുകൾക്ക് ഇത് മാറിപ്പോവാറുണ്ട്. ഹോൾഡ് എന്ന് വെച്ചാൽ പിടിക്കുക, ഫോൾഡ് എന്ന് വെച്ചാൽ മടക്കുക എന്നാട്ടോ. അപ്പോൾ ഫോൾഡ് ദിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മടക്കുക എന്നാട്ടോ. ഫോൾഡ് ദിസ് ഇത് മടക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇത് അസാധ്യമാണെന്ന് വെച്ചാൽ ഇത് നടക്കില്ല, ഇത് കഴിയില്ല, ഇത് സാധ്യമല്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇത് നടക്കില്ല എങ്ങനെ പറയാം? ഇറ്റ്സ് ഇംപോസിബിൾ. പോസിബിൾ എന്ന് വെച്ചാൽ സാധ്യമാകുക എന്നാട്ടോ. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഇറ്റ്സ് ഇംപോസിബിൾ, ഇത് സാധ്യമല്ല എന്ന് വെച്ചാൽ ഇത് നടക്കൂല. ഓക്കെ, ഇറ്റ്സ് ഇംപോസിബിൾ. നെക്സ്റ്റ്, ചോദിക്കുന്നോട് ഒന്നും തോന്നരുത് കേട്ടോ. ചോദിക്കുന്നോടൊന്നും തോന്നരുതേ. എങ്ങനെ നമുക്ക് പറയാം? Don't mind me asking. ചോദിക്കുന്നോട് ഒന്നും തോന്നരുത് കേട്ടോ. ചോദിക്കുന്നോട് ഒന്നും തോന്നരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാം? Don't mind me asking. എനിക്കിന്നൊരു കല്യാണമുണ്ട്. എങ്ങനെ നമുക്ക് പറയാം? I have a wedding today. എനിക്കൊരു കല്യാണമുണ്ട്. I have wedding today. ഓക്കെ. ഇനി നിങ്ങളെവിടുന്നാ എന്ന് വെച്ചാൽ നിങ്ങളെവിടുന്നാ വരുന്നത് എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ചോദിക്കുക കേട്ടോ. നിങ്ങളെവിടുന്നാ എങ്ങനെ നമുക്ക് ചോദിക്കാം? വേർ ആർ യു ഫ്രം. നിങ്ങളെവിടുന്നാ? വേർ ആർ യു ഫ്രം. ഓക്കെ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണ്? എങ്ങനെ നമുക്ക് ചോദിക്കാം? നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണ്? വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ, നമുക്കൊന്നും കൂടെ സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കാം. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് തരൂ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? യുവർ ഇമെയിൽ അഡ്രസ്സ് പ്ലീസ്. അങ്ങനെ നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട്സ് യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് ചോദിക്കാം. ഇനി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് തരുമോ എന്നെങ്ങനെ നമുക്ക് ചോദിക്കാം? യുവർ ഇമെയിൽ അഡ്രസ്സ് പ്ലീസ് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. ബുക്സൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് വെക്ക്. എങ്ങനെ പറയാം? പുട്ട് ദ ബുക്സ് ഇൻ ഓർഡർ. ഓക്കെ, ഞാൻ അയാളുമായിട്ട് സംസാരിച്ചു. I talked with him. ഞാൻ അയാളുമായിട്ട് സംസാരിച്ചു. ഓക്കെ, നീ നിൻ്റെ സമയം കളയുകയാണ്. എങ്ങനെ നമുക്ക് പറയാം? യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. നീ നിൻ്റെ സമയം കളയുകയാണ്. ഇനി നീ നിൻ്റെ വിലപ്പെട്ട സമയം കളയുകയാണ്. എങ്ങനെ നമുക്ക് പറയാം? യു ആർ വേസ്റ്റിംഗ് യുവർ പ്രഷ്യസ് ടൈം. നീ എൻ്റെ സമയം കളയുകയാണ്. എങ്ങനെ പറയാം? യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. നീ എൻ്റെ സമയം കളയുകയാണ്. നീ നിൻ്റെ സമയം കളയരുത്. എങ്ങനെ പറയാം? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നീ നിൻ്റെ സമയം കളയരുത്. നിൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്, നിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. എങ്ങനെ പറയാം? യുവർ ഫോൺ ഈസ് റിങ്ങിങ്. നിൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്. ഒരുപാട് ദൂരമൊന്നും പോകരുത്, അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് പോകരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. കുട്ടികളോടാണെങ്കിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരുപാട് ദൂരം പോകരുത്. എങ്ങനെ നമുക്ക് പറയാം? Don't go too far. ഓക്കെ, അധികം അങ്ങോട്ട് പോകരുത്, അധിക ദൂരം പോകരുത് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. എന്ത് വില കൊടുത്തും എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? എന്ത് വില കൊടുത്തും. ഓക്കെ, അറ്റ് എനി കോസ്റ്റ്.
അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങും എന്നൊക്കെ പറയാറില്ല നമ്മൾ. എങ്ങനെ പറയാം? അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ബൈ ഇറ്റ്. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ബൈ ഇറ്റ്. എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങും. ഓക്കെ. ഇനി ഫോൺ കട്ട് ചെയ്യേ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോ എന്നൊക്കെ നമ്മൾ പറയല്ലേ. ഫോൺ കട്ട് ചെയ്യേ എങ്ങനെ നമുക്ക് പറയാം? ഹാങ് അപ്പ് ദി ഫോൺ. ഹാങ് അപ്പ് ദി ഫോൺ. ഹാങ് അപ്പ് ദി ഫോൺ. ഫോൺ വെക്ക് അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യേ, ഹാങ് അപ്പ് ദി ഫോൺ എന്ന് പറയാം കേട്ടോ. ഇനി എന്താണ് കാരണം? എന്താണ് കാരണം? എന്താണ്? വാട്ട്സ് ദ റീസൺ. വാട്ട്സ് ദ റീസൺ. എന്താണ് കാരണം? വാട്ട്സ് ദ റീസൺ. എന്താണ് കാരണം? ഇനി എന്ത് സംഭവിച്ചു എങ്ങനെ ചോദിക്കാം? വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്. എന്ത് സംഭവിച്ചു. ഓക്കെ. ഇനി എപ്പോൾ സംഭവിച്ചു എന്നെങ്ങനെ ചോദിക്കാം? വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ. ഇത് എപ്പോൾ സംഭവിച്ചു? വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ. വെൻ എപ്പോൾ എന്നാട്ടോ. ഇനി എങ്ങനെ സംഭവിച്ചു എന്നെങ്ങനെ അപ്പം നമുക്ക് ചോദിക്കാം? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. ഇതെങ്ങനെ സംഭവിച്ചു? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. നെക്സ്റ്റ്, അയാളുടെ കൂടെ പോകൂ. അയാളുടെ കൂടെ പോകൂ എങ്ങനെ പറയാം? ഗോ വിത്ത് ഹിം. ഗോ വിത്ത് ഹിം. അയാളുടെ കൂടെ പോയിക്കോ. ഗോ വിത്ത് ഹിം. ഗോ വിത്ത് ഹിം. ഓക്കെ. ഇനി എന്താ അങ്ങനെ നമ്മൾ പറയാറില്ലേ? എന്താ അങ്ങനെ, അതിപ്പോൾ എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കില്ലേ നമ്മൾ. എങ്ങനെ പറയാം? വൈ സോ. വൈ സോ. എന്താ അങ്ങനെ. വൈ സോ എന്ന് പറയാം കേട്ടോ. ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ എങ്ങനെ പറയാം? ഈസ് ദിസ് സീറ്റ് ടേക്കൺ. ഈസ് ദിസ് സീറ്റ് ടേക്കൺ എന്ന് ചോദിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഈ സീറ്റ് ബുക്ക് ചെയ്തതാണോ എന്നർത്ഥത്തില്ല കേട്ടോ. ഈസ് ദിസ് സീറ്റ് ടേക്കൺ. ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ. ഇനി നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം. ഈസ് ദർ എനിവൺ ഇൻ ദി സീറ്റ്. ഈസ് ദർ എനിവൺ ഇൻ ദി സീറ്റ്. ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ. ഓക്കെ. ഇനി ഇതും അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം. ഈസ് എനിവൺ സിറ്റിംഗ് ഹിയർ. ഈസ് എനിവൺ സിറ്റിംഗ് ഹിയർ. ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ. ഓക്കെ. അപ്പം നമുക്ക് ഏത് രീതിയിലും ചോദിക്കാം. ഒന്ന്, ഈസ് ദി സീറ്റ് ടേക്കൺ എന്ന് ചോദിക്കാം. ഈസ് ദർ എനിവൺ ഇൻ ദി സീറ്റ്. ഈസ് ദർ എനിവൺ ഇൻ ദി സീറ്റ് എന്ന് ചോദിക്കാം. ഈസ് എനിവൺ സിറ്റിംഗ് ഹിയർ എന്ന് ചോദിക്കാം കേട്ടോ. എനിക്കിവിടെ ഇരിക്കാമോ എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ സിറ്റ് ഹിയർ. ക്യാൻ ഐ സിറ്റ് ഹിയർ. ക്യാൻ ഐ സിറ്റ് ഹിയർ. എനിക്കിവിടെ ഇരിക്കാമോ. ഇനി ഞാനിവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എങ്ങനെ ചോദിക്കാം? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഞാനിവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഓക്കെ. ഇനി എനിക്ക് മടുത്തു എങ്ങനെ നമുക്ക് പറയാം? ഐ ആം ഫെഡ് അപ്പ്. ഐ ആം ഫെഡ് അപ്പ്. ഐ ആം ഫെഡ് അപ്പ്. എനിക്ക് മടുത്തു. നമുക്ക് വേറൊരു രീതിക്കും കൂടെ പറയാം. ഐ ആം ടയർഡ് ഓഫ്. ഐ ആം ടയർഡ് ഓഫ്. എനിക്ക് മടുത്തു. ഐ ആം ടയർഡ് ഓഫ്. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു. എങ്ങനെ പറയാം? ഐ ആം ടയർഡ് ഓഫ് സിറ്റിംഗ് അലോൺ ഹിയർ. ഐ ആം ടയർഡ് ഓഫ് സിറ്റിംഗ് അലോൺ ഹിയർ. എനിക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. എന്നെ പേടിപ്പിക്കല്ലേ. എന്നെ പേടിപ്പിക്കല്ലേ. ഡോണ്ട് സ്കെയർ മീ. ഡോണ്ട് സ്കെയർ മീ. എന്നെ പേടിപ്പിക്കല്ലേ. ഡോണ്ട് സ്കെയർ മീ. ഓക്കെ. ഇനി എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ എങ്ങനെ പറയാം? ഡോണ്ട് ട്രൈ ടു സ്കെയർ മീ. ഡോണ്ട് ട്രൈ ടു സ്കെയർ മീ. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. ഡോണ്ട് ട്രൈ എന്ന് വെച്ചാൽ ശ്രമിക്കേണ്ട എന്നർത്ഥത്തിലാട്ടോ. ഡോണ്ട് ട്രൈ ടു സ്കെയർ മീ. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. ഇനി ഞാൻ കളി പറഞ്ഞതല്ല. ഞാൻ കളി പറഞ്ഞതല്ല എന്ന് വെച്ചാൽ ഞാൻ തമാശക്ക് പറഞ്ഞതല്ല അല്ലെങ്കിൽ തമാശ കളിച്ചതല്ല എങ്ങനെ പറയാം? ഐ എം നോട്ട് കിഡിങ്. ഐ എം നോട്ട് കിഡിങ്. ഐ എം നോട്ട് കിഡിങ്. ഓക്കെ. ഇനി ഇത് മുഴുവൻ കഴിക്ക് എങ്ങനെ പറയാം? ഇത് മുഴുവൻ കഴിക്ക്. ഈറ്റ് ഇറ്റ് അപ്പ്. ഈറ്റ് ഇറ്റ് അപ്പ്. ഈറ്റ് ഇറ്റ് അപ്പ്. എങ്ങനെ പറയാം? ഈറ്റ് ഇറ്റ് അപ്പ്. ഇത് മുഴുവൻ കഴിക്ക്. ഓക്കെ. ഇനി ആ ടി വി ഓഫ് ചെയ്യ് എങ്ങനെ പറയാം? പ്ലീസ് ടേൺ ഓഫ് ദി ടി വി. പ്ലീസ് ടേൺ ഓഫ് ദി ടി വി. ടി വി ഓഫ് ചെയ്യ്. ഇനി ടി വി ഓൺ ചെയ്യുന്ന എങ്ങനെ നമുക്ക് പറയാം? പ്ലീസ് ടേൺ ഓൺ ദി ടി വി. പ്ലീസ് ടേൺ ഓൺ ദി ടി വി. ഓക്കെ. പ്ലീസ് ടേൺ ഓഫ് ദി ടി വി. ടി വി ഓഫ് ചെയ്യ്. പ്ലീസ് ടേൺ ഓൺ ദി ടി വി. ടി വി ഓൺ ചെയ്യ്. ഇനി കാറിൽ കയറ് എങ്ങനെ പറയാം? ഗെറ്റ് ഇൻ ദ കാർ. ഗെറ്റ് ഇൻ ദ കാർ. കാറിൽ കയറി. ഗെറ്റ് ഇൻ ദ കാർ. ഇനി ബസ്സിൽ കയറുന്നതാണ് എങ്ങനെ പറയാം? ബസ്സിൽ കയറുന്നതാണെങ്കിൽ എങ്ങനെ പറയാം? ഗെറ്റ് ഓഫ് ദി ബസ്. ഗെറ്റ് ഓഫ് ദി ബസ്. ഓക്കെ. ഗെറ്റ് ഇൻ ദ കാർ. കാറിൽ കയറൂ. ഗെറ്റ് ഓഫ് ദി ബസ്. ബസ്സിൽ കയറൂ. കാറിൽ കയറുന്നതിന് ഗെറ്റ് ഇൻ എന്നും ബസ്സിൽ കയറുന്നതിന് ഗെറ്റ് ഓഫ് എന്നുമാണ് പറയാം കേട്ടോ. ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അവൻ എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എങ്ങനെ നമുക്ക് പറയാം? ഹീ ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു മീ. ഹീ ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു മീ. പഠിച്ച് വയ്ക്കുക കേട്ടോ. ഹീ ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു മീ. ഹീ ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു മീ. അവരെൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ. ഇനി എനിക്കതൊന്നും ഇഷ്ടമല്ല എങ്ങനെ നമുക്ക് പറയാം? എനിക്കതൊന്നും ഇഷ്ടമല്ല. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ദിസ്. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ദിസ്. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ദിസ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ദിസ്. ഓക്കെ.
നിങ്ങൾ ഭയങ്കര ക്രൂരനാണ്. എങ്ങനെ നമുക്ക് പറയാം? യു ആർ വെരി ബ്രൂട്ട്. യു ആർ വെരി ബ്രൂട്ട്. യു ആർ വെരി ബ്രൂട്ട്. ഓക്കെ, നമുക്ക് വേറൊരു രീതിയിലും കൂടെ പറയാം. യു ആർ വെരി ക്രൂവൽ എന്ന് പറയാം കേട്ടോ. യു ആർ വെരി ക്രൂവൽ. ഓക്കെ, യു ആർ വെരി ക്രൂവൽ അല്ലെങ്കിൽ യു ആർ വെരി ബ്രോഡ്. ഓക്കെ, എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. എങ്ങനെ പറയാം? ഓൾ ആർ നോട്ട് ലൈക്ക് യു. ഓൾ ആർ നോട്ട് ലൈക്ക് യു. എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. ഓൾ ആർ നോട്ട് ലൈക്ക് യു. ഓൾ ആർ നോട്ട് ലൈക്ക് യു. എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. ഓക്കെ, എനിക്ക് അയാളായിട്ട് നല്ല പരിചയമാണ്. ഞാനും അയാളായിട്ട് നല്ല പരിചയത്തിലാണ്. എങ്ങനെ പറയാം? ഐ എം വെരി ഫെമിലിയർ വിത്ത് ഹിം. ഐ എം വെരി ഫെമിലിയർ വിത്ത് ഹിം. വെരി ഫെമിലിയർ. ഫെമിലിയർ എന്ന് വെച്ചാൽ എന്താണ്? പരിചയമാണ് കേട്ടോ. ഐ എം വെരി ഫെമിലിയർ വിത്ത് ഹിം. ഞാനും അയാളുമായിട്ട് നല്ല പരിചയത്തിലാണ്. ഐ എം വെരി ഫെമിലിയർ വിത്ത് ഹിം. ഓക്കെ, ഞാൻ വിദേശത്ത് പോവുകയാണ്. ഐ എം ഗോയിങ് എബ്രോഡ്. ഐ എം ഗോയിങ് എബ്രോഡ്. ഞാൻ വിദേശത്ത് പോവുകയാണ്. ഐ എം ഗോയിങ് എബ്രോഡ്. ഓക്കെ, ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. എങ്ങനെ പറയാം? ഐ എം എബൌട്ട് ടു ഹാവ് ഫുഡ് അല്ലെങ്കിൽ ഐ എം എബൌട്ട് ടു ടേക്ക് ഫുഡ്. ഞാൻ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഐ എം എബൌട്ട് ടു ടേക്ക് ഫുഡ്. ഇനി നിങ്ങൾ മൃഗങ്ങളെക്കാൾ മോശമാണെന്ന് പറയില്ലേ? നിങ്ങൾ മൃഗങ്ങളെക്കാൾ മോശമാണ്. എങ്ങനെ പറയാം? യു ആർ വേഴ്സ് ദാൻ അനിമൽസ്. യു ആർ വേഴ്സ് ദാൻ അനിമൽസ്. യു ആർ വേഴ്സ് ദാൻ അനിമൽസ്. മൃഗത്തിനേക്കാളും എന്നാട്ടോ, ദാൻ അനിമൽസ്. നിങ്ങൾ മൃഗത്തെക്കാളും അല്ലെങ്കിൽ നിങ്ങൾ മൃഗങ്ങളെക്കാളും വേഴ്സാണ്, മോശമാണ് കേട്ടോ. ഇനി ഇത് വില കുറഞ്ഞതാകുമോ? ഇത് വില കുറഞ്ഞതായിരിക്കുമോ? എങ്ങനെ ചോദിക്കാം? ക്യാൻ ഇറ്റ് ബി ചീപ്പർ? ക്യാൻ ഇറ്റ് ബി ചീപ്പർ? ക്യാൻ ഇറ്റ് ബി ചീപ്പർ. ഇത് വില കുറഞ്ഞതായിരിക്കുമോ? ക്യാൻ ഇറ്റ് ബി ചീപ്പർ. ഞാൻ നിങ്ങളെ ഞായറാഴ്ച വിളിക്കാം. എങ്ങനെ പറയാം? ഐ വിൽ കോൾ യു ഓൺ സൺഡേ. ഐ വിൽ കോൾ യു ഓൺ സൺഡേ. ഞാൻ നിങ്ങളെ ഞായറാഴ്ച വിളിക്കാം. ഇനി പുറത്ത് നല്ല തണുപ്പാണോ? പുറത്ത് തണുപ്പുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്? ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്. പുറത്ത് നല്ല തണുപ്പുണ്ടോ? ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്. ഈസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്. എന്നെ ദുരുപയോഗം ചെയ്യല്ലേ അല്ലെങ്കിൽ എന്നെ ദുരുപയോഗം ചെയ്യരുത്. എങ്ങനെ പറയാം? ഡോണ്ട് അബ്യൂസ് മീ. ഡോണ്ട് അബ്യൂസ് മീ. കഴിയുന്നത്ര ചെയ്യേ. ഡു ആസ് പോസിബിൾ. ഡു ആസ് പോസിബിൾ. കഴിയുന്നത്ര ചെയ്യേ. ഡു ചെയ്യുക. ആസ് പോസിബിൾ കഴിയുന്നത്ര കേട്ടോ. നിനക്ക് സാധ്യമാകുന്നത്ര എന്നാണ് കേട്ടോ. ഡു ആസ് പോസിബിൾ കഴിയുന്നത്ര ചെയ്യേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 50 സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് 2 പ്രാവശ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക കേട്ടോ. എത്രത്തോളം കിട്ടി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ദെൻ നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് കയറി പറ്റിയ 1-2 സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ സെൻഡ് ചെയ്യും കേട്ടോ. ദെൻ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.